ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂരിനടുത്ത് ചെമ്പർക്കിലുള്ള അൻവർ സാറിൻ്റെ വളരെ മനോഹരമായ ഒരു വീട്ടിലാണ്. നമ്മൾ ഈ വീട്ടിൽ ഓട്ടോമേഷൻ സംബന്ധിച്ച് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വീഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളും പരിചയപ്പെടണ്ടേ? വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മൾ വീഡിയോ ഡോർ ഫോണാണ്. ഇത് വീഡിയോ ഡോർ ഫോണിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് ആണ്. ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ എൻ്റെ വിഷ്വൽ നമുക്ക് അകത്ത് കാണാൻ പറ്റും. സ്ക്രീനിൽ നമുക്ക് ആവശ്യമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഗേറ്റ് എൻട്രി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഡോർ ഫോണിന് ഒന്നിൽ കൂടുതൽ എൻട്രി അല്ല ഗേറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ക്യാമറ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് ആ ഒറ്റ പ്രൊഡക്റ്റിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ബെല്ലടിച്ചാലും നമുക്ക് ആ സെയിം സ്ക്രീനിൽ തന്നെ വന്ന ആളെ കാണുവാനും ഈ ഗേറ്റ് ഓപ്പൺ കൊടുക്കാനും നമുക്ക് പറ്റുന്നതാണ്. അടുത്ത് നമ്മൾ ഗേറ്റ് വയ്ക്കുമ്പോൾ നമ്മളൊരു ഫോട്ടോ സെൻസർ വയ്ക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പെട്ടെന്ന് കയറി പോകുമ്പോൾ പുറകിലൊരു വണ്ടിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ഓപ്പോസിറ്റ് പോകാൻ വേണ്ടിയാണ് ഈ സെൻസർ ചെയ്യുന്നത്. ഇതൊരു ലൈൻ ക്രോസിംഗ് ആണ്. ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഇതിലുണ്ടാവും. ഈ റിസീവർ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് ഓപ്പൺ ആവും. അപ്പോൾ പെട്ടെന്ന് അടയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിനുള്ള സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഫോട്ടോ സെൽ എന്ന് പറഞ്ഞ സെൻസർ. ഇവിടുത്തെ ഗേറ്റ് വളരെ വലിപ്പവും വളരെ വെയിറ്റും കാസ്റ്റ് അയണിൻ്റെ ഗേറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ഓട്ടോമേഷൻ മോട്ടർ നമുക്ക് ഈ ഗേറ്റിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള റോളർ ടൈപ്പ് മോട്ടറാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ക്യാമറ ചെയ്തേക്കുന്നത് വെച്ചാൽ അക്യൂസെൻസ് ഫീച്ചറുള്ള നൈറ്റ് വിഷൻ ക്ലാരിറ്റി ഉള്ള വെരിഫോക്കൽ എന്ന് പറഞ്ഞ ക്യാമറയാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈമിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ക്യാമറയാണത്. ഇവിടെയാണ് നമ്മൾ ഈ വീടിൻ്റെ ഷട്ടർ ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ഗ്ലാസ് ഡോറുകളും കാര്യങ്ങളെല്ലാം വന്നേക്കുന്ന കാര്യമാണ് നമ്മൾ ഷട്ടർ ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് റിമോട്ടിൽ തന്നെ നമുക്ക് ഓപ്പണും ക്ലോസും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മൊബൈലിൽ വേണമെങ്കിലും മൊബൈലിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും മാനുവലായിട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഷട്ടർ ഓട്ടോമേഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അലാം സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഔട്ട്ഡോർ സെൻസർ എന്ന് പറയും. ഇത് പെരിമീറ്റർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മൾ വീടിൻ്റെ 4 കോർണറിലാണ് ചെയ്യുന്നത്. ഇത് ലൈൻ ക്രോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ആരെങ്കിലും എൻട്രിക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഈ ലൈൻ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അലാം ജനറേറ്റ് ചെയ്യുകയും നമ്മുടെ മൊബൈലിൽ അറിയാൻ പറ്റുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഡിവൈസാണ് ഇത്. IP67 ആണ്. മഴയത്തോ വെയിലത്തോ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു സെൻസറാണത്. നമ്മളിവിടെ CCTVയുടെ എല്ലാം കൊടുത്തിരിക്കുന്ന ഈ ഒരു റൂമിലുള്ള TV-യിലാണ്. ഇതിൽ നമുക്ക് വിഷ്വൽസ് കാണാൻ പറ്റും. ഈ വീട്ടിലെ എല്ലാ ഭാഗവും നമുക്ക് ഈ ഒരു റൂമിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വലുതാക്കി കാണുകയും നമ്മൾ ഈ മൗസ് ഉപയോഗിച്ച് നമ്മളൊരു ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലുതായിട്ട് കാണാനും, അതുപോലെ തന്നെ ഏത് ക്യാമറയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാമറ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വ്യൂ വേണമെങ്കിൽ ഫുൾ വ്യൂ ഒക്കെ കാണാം. അപ്പോൾ ഫ്രണ്ടിലുള്ള കംപ്ലീറ്റ് വ്യൂവും നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗേറ്റിൻ്റെ സെക്ഷൻ വേണമെങ്കിൽ നമ്മൾ ഗേറ്റിലോട്ട് കൊടുക്കുന്ന ക്യാമറ ഇതാണ്. ഗേറ്റിലേക്കും ആ എൻട്രിയും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ വീടിൻ്റെ ഏത് കോർണറും നമുക്ക് ഈ റൂമിൽ ഇരുന്നിട്ട് കാണാൻ പറ്റുന്നതാണ്. അതുപോലെയാണ് നമ്മളിവിടെ CCTV നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ മെയിൻ എൻട്രിക്ക് നമ്മൾ ഡിജിറ്റൽ ലോക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ കമ്പനിയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് പഴയ പോലെ നമ്മൾ വീട് ലോക്ക് ചെയ്ത് കീ ഒന്നും നമുക്ക് കൊണ്ടുകൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വേണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്പർ ലോക്ക് വേണമെങ്കിൽ നമ്പർ ലോക്ക് കൊടുക്കാം. നമ്മൾ വീട്ടിലുള്ള എല്ലാവരുടെ ഫിംഗറും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഫിംഗർ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ കോഡ് വെച്ചിട്ടാണെങ്കിലും, അതുപോലെ നമുക്കൊരു കാർഡും കൂടി ഉണ്ട്. ആ കാർഡ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് എൻട്രി എടുക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ നമ്മൾ വന്നിട്ട് ആരെയും വിളിച്ചെണിപ്പിക്കാനോ ഒന്നും പോകണ്ട. എത്ര ലേറ്റായിട്ട് വന്നാലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എൻട്രി ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മളിവിടെ ഇല്ലെങ്കിലും നമുക്ക് പുറത്ത് നിന്നിട്ട് വരെ ഈ ലോക്ക് നമുക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഓട്ടോമേഷൻ വഴി ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്കൊരു ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തുനിന്ന് തന്നെ ഈ ലോക്ക് തുറക്കാം, ഈസി ആയിട്ട് തുറക്കാം. നമുക്ക് ഇതിലൊരു ലോക്ക് ഉണ്ട്, അത് നേരെ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അകത്തുള്ളവർക്ക് ഈ ഡോറ് തുറന്നു കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഈ ലോക്ക്. അതുപോലെ നമ്മൾ സെക്യൂരിറ്റി സിസ്റ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ
നമ്മളിവിടെ സെക്യൂരിറ്റി സിസ്റ്റം ചെയ്തിരിക്കുന്ന ഓപ്പൺ ഡോറുകൾക്കും ഓപ്പൺ ഏരിയകളിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റായിട്ട് വരുന്ന പ്രൊഡക്റ്റാണ് ഡോർ കോണ്ടാക്റ്റ്. നമ്മൾ ഇതിൻ്റെ ഈ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഡോറിൽ നമ്മൾ ഡോർ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് PR സെൻസറാണ്. PR സെൻസർ നമ്മളിവിടെ ഓപ്പൺ ഏരിയകളിലെല്ലാം നമ്മൾ കവർ ചെയ്യാവുന്ന രീതിയിൽ PR സെൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ അലാം സിസ്റ്റത്തിൻ്റെ ഡിവൈസിനൊന്നും നമുക്ക് വയറിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫ്ലോറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽ റിപ്പീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ആ ഡിവൈസ് ആഡ് ആക്കുന്നത്. അതുപോലെ തന്നെ ഈ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെൻറ്റ്സാണ് ലൈറ്റ്നിങ് അറസ്റ്റർ. അത് നമ്മൾ വീടിൻ്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ചെയ്തേക്കുന്ന അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് നമുക്ക് എല്ലാ റൂമിലും കിട്ടാവുന്ന രീതിയിൽ നമ്മളിവിടെ ഒരു ആക്സസ് പോയിൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളിവിടെ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന അലാമിൻ്റെ ബേസിക് പാനൽ വരുന്നത്. ഇത് ബ്രാൻഡ് വരുന്നത് ടൈക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വൈസോണിക് PM30 എന്ന് പറഞ്ഞ പാനലാണിത്. ഈ പാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് സെൻസേഴ്സും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്ന ഒരു പാനലാണ്. ഇത് നമുക്ക് നെറ്റുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നാലും നമുക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റോ കാര്യങ്ങൾ നടന്നാലും എന്തെങ്കിലും ഡോറോ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് മൊബൈൽ ആപ്പ് വഴി നമുക്ക് അറിയാവുന്ന ഒരു സ്പെഷ്യൽ പാനലാണ്. പിന്നെ ഇത് നമുക്ക് പുറത്തുനിന്നൊന്നും ഹാക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. നമുക്കിതിൻ്റെ സിഗ്നൽ പോകുന്നത് ഓരോ മിനിറ്റിലും വേറെ വേറെ സിഗ്നൽസാണ് ഇതിൽ പോകുന്നത്. സാധാരണ അലാം പാനലെല്ലാം സിഗ്നൽ ഒറ്റ സിഗ്നലായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. നമുക്കപ്പോൾ ഒരു കള്ളം വന്നിട്ട് നമുക്ക് ഹാക്ക് ചെയ്ത് അകത്ത് കയറാനോ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പാനലിൽ ഒരിക്കലും നമുക്ക് നടക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ വീട്ടിലുള്ള എല്ലാ കർട്ടൻസും നമ്മൾ ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നതാണ്. ഓട്ടോമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ റിമോട്ട് വഴിയാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ കർട്ടൻസിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തുറക്കാനും അതുപോലെ ക്ലോസ് ചെയ്യാനും നമുക്ക് പറ്റുന്നതായിരിക്കും. നമ്മുടെ വീടുകളിലെല്ലാം ബാത്റൂമുകളിലെ ലൈറ്റുകളും ഫാനും എപ്പോഴും ഓണായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായേക്കാം. അതിന് നമുക്കൊരു പരിഹാരമുണ്ട്. നമ്മുടെ ഡോറ് തുറക്കുമ്പോൾ ലൈറ്റും ഫാനും ഓൺ ആവുകയും നമ്മുടെ പ്രസൻസ് ഇല്ലാണ്ട് വരുമ്പോൾ ആ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് കാണാം. ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, ലൈറ്റും ഫാനും ഓൺ ആവും. നമ്മുടെ പ്രസൻസ് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്കത് ഓഫ് ആവുകയും ചെയ്യും. ഡോറ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡോർ അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത സെക്കൻഡിനുള്ളിൽ അത് ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഈ വീട്ടിലെ ഔട്ട്സൈഡ് ലൈറ്റുകളെല്ലാം ഓട്ടോമേഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു നിശ്ചിത ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓൺ ആവുകയും ഒരു നിശ്ചിത ടൈമിനുള്ളിൽ അത് ഓഫ് ആവുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മൊബൈൽ വഴി ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്ക് അത് ഓണാക്കാനും അതിൻ്റെ ടൈം മാറ്റാനും എല്ലാം നമുക്ക് പറ്റുന്നതായിരിക്കും. ഇൻ്റർനെറ്റ് ഉണ്ടാവണം എന്നുള്ള ഒരു ഇത് മാത്രമാണ് നമുക്ക് അതിൽ വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ ആപ്പിൽ സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മൾ ഈ വാൾ ലൈറ്റ് തെളിയുന്നത് കാണാം. നിങ്ങൾക്ക് ഓഫ് ചെയ്താൽ ഓഫ് ആവും. അതുപോലെ നമ്മൾ ഗാർഡൻ ലൈറ്റുകളൊക്കെയാണെങ്കിൽ നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓണായി. അതുപോലെ നമുക്ക് ഓഫാക്കാം, ഓണാക്കാം, ഓഫാക്കാം. ഇതിപ്പോൾ ഗാർഡൻ്റെ തന്നെ അടുത്തൊരു ഭാഗത്തുള്ള ലൈറ്റുകളാണ്. അത് നമുക്ക് ഇതുപോലെ മൊബൈലിൽ ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്നതായിരിക്കും. ഇതിൽ നമുക്ക് എല്ലാത്തിനും ടൈമർ കൊടുക്കാം കേട്ടോ. ഏത് ലൈറ്റിന് വേണമെങ്കിൽ നമുക്ക് ടൈമും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആപ്പിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അടുത്തൊരു സെക്ഷനാണ് വീടിൻ്റെ വേറൊരു ഭാഗത്താണ്. ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഓണാക്കിയാൽ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ മൊബൈൽ ത്രൂവും നമുക്ക് എങ്ങനെയുള്ള ടൈമറോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും കൊടുത്ത് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഓട്ടോമേഷൻ ചെയ്തേക്കുന്നത് നമ്മൾ പൂൾ സൈഡിലെ ലൈറ്റുകളാണ്. ഈ ലൈറ്റുകളും നമുക്ക് ഓട്ടോമേഷനിലാണ് നമ്മൾ ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മൊബൈൽ വഴി ഓഫും ഓണും ആക്കാം. അതുപോലെ ടൈമറും കാര്യങ്ങളെല്ലാം കൊടുക്കാം. നമ്മൾ എപ്പോഴാണോ പൂളിൽ ഈവനിങ്ങിലൊക്കെ വരുന്നത് ആ ടൈമിലെല്ലാം നമ്മൾ ആ ടൈം കൊടുത്തിട്ടില്ല. ആ ടൈമിൽ ഈ ലൈറ്റുകൾ മാത്രം നമുക്ക് ഓൺ ആക്കാനും ഇത്ര സമയത്തിനുള്ളിൽ അത് ഓഫ് ആക്കാനും നമുക്ക് പറ്റുന്നതായിരിക്കും ഓട്ടോമേഷൻ ചെയ്യുമ്പോൾ.